ശരിയായ ദാനം. അബ്ദുറഹ്മാൻ ഒരു വലിയ ധനികനായിരുന്നു. അദ്ദേഹത്തിന് വലിയ വീടും കാറുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ സഹറ വലിയൊരു രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. അവളുടെ മുഖത്തെ പഴയ ചിരി മാഞ്ഞുപോയത് അബ്ദുറഹ്മാനെ തളർത്തി. മകളുടെ രോഗം മാറാൻ അബ്ദുറഹ്മാൻ പള്ളിയിലേക്ക് വലിയ തുകകൾ ദാനമായി നൽകി. അദ്ദേഹം പള്ളിയിലെ ഇമാമിനെ കണ്ട് വലിയൊരു പണക്കിഴി ഏൽപ്പിച്ചു. ഇതൊക്കെ എന്റെ മകൾക്ക് വേണ്ടിയുള്ളതാണ്. അവളുടെ ആരോഗ്യത്തിനു വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം, അദ്ദേഹം പറഞ്ഞു. പള്ളിയുടെ നവീകരണത്തിനായി അദ്ദേഹം ധാരാളം പണം ചിലവാക്കി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ സഹറയുടെ നിലയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. മുന്തിയ ഡോക്ടർമാരും മരുന്നുകളും പരാജയപ്പെടുന്നത് കണ്ട് അബ്ദുറഹ്മാൻ തകർന്നുപോയി. അവളുടെ കട്ടിലിനരികിലിരുന്ന് അദ്ദേഹം രാപ്പകൽ പ്രാർത്ഥിച്ചു. എങ്കിലും രോഗം അവൾക്ക് ചുറ്റും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അബ്ദുറഹ്മാന്റെ ആത്മമിത്രമായ റസാഖ് അദ്ദേഹത്തെ കാണാൻ വന്നു. കരഞ്ഞു തളർന്നിരിക്കുന്ന സുഹൃത്തിനെ കണ്ട് റസാഖിന്റെ ഉള്ളം ഉരുകി. അദ്ദേഹം അബ്ദുറഹ്മാന്റെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു. അബ്ദുറഹ്മാൻ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. പക്ഷെ നാം ചെയ്യുന്ന ദാനത്തിൽ എവിടെയോ ഒരു കുറവില്ലേ? റസാഖ് ചോദിച്ചു. അബ്ദുറഹ്മാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പള്ളിക്ക് വേണ്ടി എത്രയോ പണം നൽകി. ഇതിലും വലിയ എന്ത് ദാനമാണ് ഞാൻ ചെയ്യേണ്ടത്? റസാഖ് പുറത്തെ തെരുവിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. പള്ളി കെട്ടാൻ പണം നൽകുന്നത് നല്ലതാണ്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് വിശന്നിരിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമുണ്ട്. അവരുടെ ഹൃദയം തൊടുന്നതാണ് ശരിയായ സദഖ. റസാഖ് അബ്ദുറഹ്മാനെ അടുത്തുള്ള ഒരു ഇടവഴിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ വീട്ടിൽ വസ്ത്രം തുന്നി ജീവിക്കുന്ന ഒരു കുട്ടിയെ അവർ കണ്ടു. ആ കുട്ടി തന്റെ രോഗിയായ ഉമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അബ്ദുറഹ്മാൻ തന്റെ അയൽപ്പക്കത്തുള്ള ഈ ദാരിദ്ര്യം ഇതുവരെ കണ്ടിരുന്നില്ല. അന്നു മുതൽ അബ്ദുറഹ്മാന്റെ ചിന്തകൾ മാറി. അദ്ദേഹം രഹസ്യമായി പാവപ്പെട്ടവരുടെ വീടുകളിൽ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എത്തിച്ചു. ആരും അറിയാതെ അദ്ദേഹം പലരുടെയും കടങ്ങൾ വീട്ടി. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഓരോ തവണ ഒരാളെ സഹായിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സമാധാനം നിറഞ്ഞു. ഗ്രാമത്തിലെ ഒരു നിർധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇതറിഞ്ഞ അബ്ദുറഹ്മാൻ മുന്നിട്ടിറങ്ങി. അദ്ദേഹം ആ വിവാഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിക്കൊടുത്തു. ആ കുടുംബത്തിന്റെ കണ്ണുകളിൽ വിരിഞ്ഞ സന്തോഷം അബ്ദുറഹ്മാന്റെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. ഒരു വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയ അബ്ദുറഹ്മാൻ കണ്ടത് വിശ്വസിക്കാനായില്ല. മാസങ്ങളായി എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന സഹറ കട്ടിലിരിക്കുന്നു. അവൾ അദ്ദേഹത്തെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അവളുടെ മുഖത്തെ വിളർച്ച മാറി പുതിയൊരു ചൈതന്യം വന്നിരിക്കുന്നു. അവൾ അബ്ദുറഹ്മാനെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. പള്ളിയിലെ ഇമാം സഹറയെ കാണാൻ വീട്ടിലെത്തി. അവർ എല്ലാവരും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അബ്ദുറഹ്മാൻ മനസ്സിലാക്കി, വെറും പണമല്ല, മറിച്ച് മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുന്നതാണ് യഥാർത്ഥ ദാനം. ആ പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് തന്റെ മകളെ തിരികെ നൽകിയത്.